യെസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഹ്യുണ്ടായി അൽക്കസാറിൻ്റെ ഫേസ് ലിഫ്റ്റഡ് വേർഷൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ മാത്രമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. കുറച്ച് ദിവസമായി ഈ ഒരു വാഹനം ഇറങ്ങിയിട്ട് ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. മെയിനായിട്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ പഴയ അൽക്കസാർ വെച്ച് നോക്കുമ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഫ്രണ്ട് വശത്തും തുടങ്ങും. ഫ്രണ്ട് വശത്ത് ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു DRL യൂണിറ്റ് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങുന്ന അധിക വാഹനങ്ങളും ഈ ഒരു ഡിസൈനിലേക്ക് മാറിയിട്ടുണ്ട്. ഫ്രണ്ട് വശത്ത് ഇതുപോലെ കണക്റ്റഡ് ആയിട്ടുള്ള DRL കൊടുത്തിട്ട്, അതുപോലെ തന്നെ താഴെയായിട്ട് ഹ്യുണ്ടായുടെ എംബ്ലം കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് പുതിയ ഗ്രില്ല് കാണാം. പുതിയ ഗ്രിൽ പാറ്റേൺ ഒക്കെ ഒന്നുകൂടി രസമുണ്ട് കേട്ടോ കാണാൻ. ഈ ഒരു വലിയ ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ രണ്ട് കോർണറിലായിട്ടും ഇതുപോലെ നമ്മുടെ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ്സ് കാണാൻ പറ്റും. അതിന് താഴെയായിട്ട് നമ്മുടെ ക്രോം ഫിനിഷിൽ വരുന്ന ആ ഒരു എയർ ഡാം യൂണിറ്റ് അത് നിങ്ങൾക്ക് അവിടെ കാണാം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഓവറോൾ ഫ്രണ്ട് വശം വരുന്നത് കേട്ടോ. നമ്മൾ ഇതിന് തൊട്ട് മുന്നേ കണ്ട ക്രെറ്റ, അതായത് ഫേസ് ലിഫ്റ്റഡ് വേർഷൻ ക്രെറ്റൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ക്രെറ്റയും ഏകദേശം ഇതേയൊക്കെ പോലെ തന്നെയാണ്. കണക്റ്റഡ് ആയിട്ടുള്ള DRL യൂണിറ്റ്, പിന്നെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ തോന്നുള്ളൂ. ക്രെറ്റയും ഇതിന് മുന്നുള്ള തൊട്ട് മുന്നേ ഇറങ്ങിയ ക്രെറ്റയും ഏകദേശം ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഓവറോൾ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് ഇതാണ്. പിന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വ്യൂ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഗ്രില്ലിൻ്റെ തൊട്ട് മുകളിലായിട്ട് പെട്ടെന്നൊന്നും നമ്മൾ കണ്ടാൽ മനസ്സിലാവാത്ത രീതിയിൽ ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഇതിന് മുന്നേ ഉള്ള അൽക്കസാറിനെ ചെറുതായിട്ടൊന്ന് ചെറുതാക്കിയ പോലെ എനിക്ക് തോന്നി. പുതുതായിട്ട് കൊണ്ടുവന്നൊരു ഡിസൈനാണ്. ഇതിന് മുന്നേ ഉള്ള വേരിയൻറ്റിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പുതുതായിട്ട് വന്നൊരു ടെയിൽ ലാമ്പ് ഡിസൈൻ, അതുപോലെ തന്നെ അതിന് നടുവിലൂടെ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ്സ് കാണാം. അതിന് താഴെയായിട്ട് അൽക്കസാർ എന്നുള്ള ഒരു ബാഡ്ജിങ് ഉണ്ട്. ഇതെല്ലാം കൂടി പുറമേ ഒരു ഗ്ലാസ് ഫിനിഷിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ന്യൂ ക്രെറ്റയിലൊക്കെ കണ്ട പോലെ തന്നെ ഓവറോൾ ഈ ഒരു ഭാഗം. പിന്നെ അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് നമ്മളെ ഡിഫ്യൂസർ കാണാം. പിന്നെ അവിടെ ഏറ്റവും താഴെയായിട്ട് സെൻട്രലായിട്ട് നമ്മളെ റിവേഴ്സ് ലാമ്പ് കാണാം. അതും ന്യൂ ക്രെറ്റയിലൊക്കെ കണ്ട സെയിം ഡിസൈനിൽ തന്നെയാണ് ആ ഒരു ഇതും കൊടുത്തിട്ടുള്ളത്. പിന്നെ സിഗ്നേച്ചർ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ആണ് കാണാം. ഇനി സൈഡ് ലുക്കിലേക്ക് വരുമ്പോൾ ഇത്തരത്തിലാണ്. നമ്മൾ ഓവറോൾ നമ്മൾ പഴയ അൽക്കസാറും ഈ ഒരു അൽക്കസാറും വെച്ച് നോക്കുമ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ചെറുതായിട്ടൊന്ന് ഈ ഒരു അൽക്കസാർ ചെറുതായി പോയി എന്നുള്ളൊരു ഇത് നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇൻറ്റീരിയർ കാണുമ്പോൾ ആ ഒരു ഇത് നമുക്ക് വ്യത്യാസം മനസ്സിലാവും കേട്ടോ. അപ്പോൾ മേലെ റൂഫ് റെയിലൊക്കെ നിങ്ങൾക്ക് കാണാം. പിന്നെ മിറർ സൈഡിലേക്ക് വരുമ്പോൾ മിറർ സൈഡിലും താഴെ ആയിട്ട് നമ്മളെ 360 ക്യാമറ വ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്യാമറകൾ അവിടെ കാണാം. പിന്നെ ആ ഒരു ഇൻഡിക്കേറ്റർ ലാമ്പ് കാര്യങ്ങളുണ്ട്. ഓക്കെ, താഴെയായിട്ട് റണ്ണിങ് ബോർഡിന് താഴെയായിട്ടും ഒരു പീസ് വരുന്നുണ്ട്. നമ്മളെ ആ ഒരു സില്ല് വരുന്നുണ്ട്, സൈഡ് സില്ല്. പിന്നെ നമ്മുടെ ഹാൻഡിൽ ബാറുകൾ കാണാം, ഔട്ട്സൈഡായിട്ട് വരുന്ന 2 ഹാൻഡിൽ ബാറുകളും. ഓക്കെ, മെയിനായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ഇപ്പോഴും നമ്മൾ പറഞ്ഞിട്ടില്ല. ഈ ഒരു വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ അൺലോക്ക് ചെയ്യാനും ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോൺ മാത്രം മതി. ഇതിൻ്റെ ഒരു കീ നമുക്ക് മൊബൈലായിട്ട് ലിങ്ക് ചെയ്യാൻ പറ്റും. അതായത് ആപ്പിൾ യൂസ് ചെയ്യുന്നവർക്ക് ആപ്പിൾ വാലറ്റിൽ നമുക്ക് ഇതിൻ്റെ കീ ആഡ് ചെയ്യാം. ജസ്റ്റ് നമ്മൾ ഫോൺ അടുത്ത് വെച്ച് കൊടുത്താൽ മതി. ഈ ഒരു വാഹനത്തിൻ്റെ അടുത്ത് വെച്ച് കൊടുത്താൽ തന്നെ നമുക്ക് വാഹനം അൺലോക്ക് ചെയ്യാം. അതൊരു പുതിയൊരു ഫീച്ചറായിട്ട് തോന്നി. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല, നമ്മൾ iOS അല്ലാതെ നമ്മൾ ആൻഡ്രോയിഡ് ഫോണിലും നമുക്കിത് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ കീ കാര്യങ്ങളൊക്കെ നമുക്ക് മൊബൈൽ ഫോണിൽ തന്നെ കണക്ട് ചെയ്തിട്ട് സിമ്പിളായിട്ട് തന്നെ വാഹനം അൺലോക്ക് ചെയ്യാനോ വാഹനം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ നമുക്ക് തന്നെ സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മളെ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂവിൽ നമ്മൾ പറയാം എങ്ങനെ കണക്ട് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് ഇതിൻ്റെ ഔട്ട്സൈഡ് വരുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ഔട്ട്സൈഡ് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങളൊരു അഭിപ്രായം നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടണമെന്നില്ല, അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നവരും ഉണ്ടാകും. ഓക്കെ, അപ്പോൾ എല്ലാ ഭാഗങ്ങളും നമ്മൾ കവർ ചെയ്തു. ഇനി ഇൻറ്റീരിയർ സൈഡിലേക്ക് നമ്മൾ വാഹനത്തിൻ്റെ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ സീറ്റ് പുറകിലോട്ട് നീങ്ങി പോകുന്നുണ്ട്. അത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ സീറ്റിൻ്റെ ഭാഗം നമുക്ക് ഫ്രണ്ടിലോട്ടാക്കാം, അതുപോലെ തന്നെ പുറകിലോട്ടാക്കാം. നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ കയറുന്ന സമയത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആവശ്യമില്ല. അതൊരു നല്ല ഫീച്ചറായിട്ട് അതും തോന്നി. കാരണം നമ്മൾ നേരെ ഡോറ് തുറക്കുമ്പോൾ തന്നെ സീറ്റ് പുറകിലേക്ക് വന്നു. നമ്മൾ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് സീറ്റ് നമ്മളെ ഫ്രണ്ടിലേക്ക് തന്നെ വന്ന് അഡ്ജസ്റ്റ് ആയി. ആ ഒരു രീതിയിൽ നമുക്ക് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്താൽ മതി. ഡോർ പാഡിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ നമ്മളെ വിൻഡോ കൺട്രോൾസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ മിറർ കൺട്രോള്, മിറർ ഫോൾഡിംഗ് ബട്ടൺ, പിന്നെ ബോസിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൻ്റെ ആ ഒരു ബാഡ്ജിങ് അവിടെ കാണാം. സൗണ്ട് സിസ്റ്റം ഈ ഒരു രീതിയിൽ ഇവിടെയാണ് വരിക. ഓക്കെ, ഡാഷ്ബോർഡിലേക്ക് വന്നാലും ഡോർ പാഡിലേക്ക് വന്നാലൊക്കെ നമുക്ക് ഈ ഒരു ബ്രൗണിഷ് കളറിലുള്ള പാറ്റേൺ ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ബ്രൗൺ അതുപോലെ തന്നെ ബ്ലാക്ക്, ഈ ഒരു ഫിനിഷിലാണ് ഇൻറ്റീരിയർ സൈഡ് വരുന്നത് കേട്ടോ. നമ്മൾ ന്യൂ ക്രെറ്റയിൽ കണ്ട പോലെ തന്നെ ഏകദേശം അതേ ഒരു ക്ലസ്റ്ററാണ് ഈ ഒരു രീതിയിൽ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോഴൊക്കെ ആ ഒരു രീതിയിൽ തന്നെ ന്യൂ ക്രെറ്റയിൽ എങ്ങനെയാണോ കൊടുത്തിട്ടുള്ളത് ഏകദേശം അതേപോലെ തന്നെയുള്ള സ്റ്റീരിയോ AC കൺട്രോൾസ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും വരുന്നത്. പിന്നെ നമ്മുടെ ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാൻ, ട്രാക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ, അതുപോലെ തന്നെ
ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആയിട്ടുള്ള ഗിയർ നോബ്, അതുപോലെ തന്നെ അതിൻ്റെ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. പിന്നെ പാർക്കിംഗ് ബ്രേക്കിനുള്ളൊരു സ്വിച്ച് കാണാം. അതുപോലെ തന്നെ ഓട്ടോ ഹോൾഡ്, പിന്നെ നമ്മുടെ ക്യാമറയുടെ ആ ഒരു ബട്ടൺ കാണാം. പിന്നെ നമ്മളെ എയർ വെൻറ്റിലേഷൻ, സീറ്റിൻ്റെ എയർ വെൻറ്റിലേഷനുള്ള ആ ഒരു ബട്ടണുകൾ. സീറ്റിലേക്കൊക്കെ വരുമ്പോൾ നല്ല കംഫർട്ടായിട്ടുള്ള ഒരു ക്വാളിറ്റി മെറ്റീരിയലാണ് കേട്ടോ. നല്ലൊരു കംഫർട്ട്, സീറ്റിംഗ് കംഫർട്ട്, ഒരു കുഷൻ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൊരു സീറ്റാണ് വരുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കോ ഡ്രൈവർ സീറ്റിൽ കാണുന്ന അവിടെ നമുക്ക് ഈ ഒരു ബോസിൻ്റെ ബാഡ്ജിങ്, അതുപോലെ തന്നെ പവർ വിൻഡോ കൺട്രോൾ, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. എയർ വെൻറ്റിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലെ AC വെൻറ്റുകൾ ഇതാ ഈ ഒരു സൈഡിലായിട്ടൊരു AC വെൻറ്റ് കാണാം. പിന്നെ നമ്മുടെ ആ ഒരു സൈഡിലായിട്ട് കാണാം, സെൻട്രലായിട്ട് ഈ ഒരു രീതിയിലാണ് AC വെൻറ്റുകൾ വരുന്നത്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസിലേക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ മോഡ്, അതുപോലെ തന്നെ നമ്മളെ അസിസ്റ്റൻറ്റ് ബട്ടന്, കോള് അറ്റൻഡ് ചെയ്യാൻ, ക്യാൻസൽ ചെയ്യാനുള്ളത്. ഹുണ്ടായുടെ ഒരു പുതിയ സ്റ്റിയറിംഗ് എംബ്ലം കാണാം. കുറച്ചും കൂടി നൈസായിട്ടുള്ള ഒരു തിന്നായിട്ടുള്ള എംബ്ലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. നല്ലൊരു സ്റ്റിയറിംഗ് വീൽ കംഫേർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പുതിയതായിട്ട് കൊടുക്കുന്നൊരു ഡിസൈൻ പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ആയിട്ട് രണ്ട് വശത്തായിട്ട് കാണാം. പിന്നെ ഇവിടെ ആയിട്ട് നമ്മുടെ ഇൻഡിക്കേറ്റർ കൺട്രോൾ ഇവിടെ ആയിട്ട് വരുന്നു. അതുപോലെ തന്നെ നമ്മളെ വൈപ്പർ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ ഇവിടെയും കാണാം. ആ ഒരു രീതിയിൽ തന്നെയാണ്. പിന്നെ ഇതാണ് ഇതിൻ്റെ നമ്മുടെ ഈ ഒരു റിയർ വ്യൂ മിറർ വരുന്നത്. SOS, അതുപോലെ തന്നെ ബ്ലൂ ലിങ്കിൻ്റെ ഓപ്ഷന്, പിന്നെ എല്ലാ ഓപ്ഷനുകളും വരുന്നുണ്ട്. ഇവിടെയും ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓവറോൾ നോക്കുമ്പോൾ ഇൻറ്റീരിയർ വേറെ ലുക്ക് തന്നെയാണ്. ഇവിടെ ആയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ഈ രീതിയിലാണ് വരുന്നത്, ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ. ഓവറോൾ നോക്കി കാണുമ്പോൾ ഒരു ന്യൂ ഡിസൈനിലേക്ക് മാറിയിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് വശത്ത് നിന്ന് നോക്കി കാണുമ്പോൾ നമുക്ക് പറയാനുള്ളത്. മെയിനായിട്ട് നമുക്ക് തോന്നിയൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു ഫീച്ചർ ഇത് നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടൊരു ഫീച്ചറാണ്. വാഹനത്തിലേക്ക് കയറുന്ന സമയത്ത് അവിടെ തന്നെ നമുക്ക് സീറ്റ് പുറകിലോട്ട് ആക്കാമെന്നുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടോ, ഇപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ആയി. ഇപ്പോൾ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് താഴേക്കൊക്കെ വന്ന് കറക്റ്റ് ഞാൻ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിലേക്ക് കറക്റ്റായിട്ട് സീറ്റ് വന്നു. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ പുറകിലോട്ടായി കുറച്ച് സീറ്റ് ഇങ്ങനെ പൊങ്ങി വന്ന് നമുക്ക് സുഖമായിട്ട് തന്നെ വാഹനത്തിൽ നിന്ന് ഇറങ്ങാം. വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് ഒന്ന് പുറകിലേക്ക് ആവുന്നുണ്ട്. നമ്മൾ ഡോർ ക്ലോസ് ചെയ്യുന്ന സമയത്ത് വാഹനം കറക്റ്റായിട്ട് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നുണ്ട്. അതൊരു നല്ലൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. പിന്നെ സൺഷെയ്ഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം. ഇവിടെ മിറർ വരുന്നില്ല, ഇവിടെ മിറർ വരുന്നുണ്ട്. മേലായിട്ടുള്ള റൂഫ് ലാമ്പ് കാര്യങ്ങൾ ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള ബട്ടന്. പിന്നെ ഈ ഒരു വേരിയൻറ്റിൽ സൺറൂഫ് വരുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ്. പിന്നെ നമുക്ക് പുറകിലത്തെ സീറ്റ്, ഇന്ന് അടുത്ത സീറ്റ് റോയിൽ നമുക്ക് പോയിരിക്കാം. അത് ഈ ഒരു റോന്ന് നമ്മൾ ഇറങ്ങാം കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഓക്കെ, സെക്കൻഡ് റോയിൽ നമ്മൾ കയറുമ്പോൾ ഈ ഒരു രീതിയിൽ കേട്ടോ. ആ സീറ്റ് നീങ്ങുന്നത് നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ ഈ ഒരു ഡോർ തുറക്കുമ്പോഴും സീറ്റ് ഫ്രണ്ടിലേക്ക് നീങ്ങും. അപ്പോൾ ഇതാണ് സെക്കൻഡ് റോ വരുന്നത്. ഇപ്പോൾ നമ്മൾ സെക്കൻഡ് റോയിലാണ് ഇരിക്കുന്നത്. ഈ ഒരു രീതിയിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതൊരു ബേബി സീറ്റാണ്. നമുക്ക് ഇതുപോലെ ജസ്റ്റ് അങ്ങോട്ട് തന്നെ മടക്കി വെക്കാനും പറ്റും. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നല്ല സുഖമായിട്ടുള്ളൊരു സീറ്റിംഗ് കംഫർട്ട് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിന് മുന്നത്തെ അൽക്കസാറിലൊക്കെ കണ്ട പോലെ തന്നെ നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഇത്തരത്തിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഫുഡ് കഴിക്കാൻ കാര്യങ്ങൾക്ക്, ലാപ്പ് യൂസ് ചെയ്യാനൊക്കെ ഈ ഒരു സ്റ്റാൻഡ് യൂസ് ചെയ്യാം. പിന്നെ നമുക്കിവിടെ ആയിട്ട് സെൻട്രലായിട്ടുള്ള ആംറസ്റ്റ് കാണാം. ആംറസ്റ്റിൻ്റെ താഴെയായിട്ട് അതിൻ്റെ ആ ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ AC വെൻ്റ്, റിയർ AC വെൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. Type-C പോർട്ടുകൾ 2 കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ ഡോർ സൈഡിലേക്ക് വരുമ്പോൾ നമ്മളെ ഗ്ലാസ് മറക്കാനായിട്ട് ജസ്റ്റ് ഇതുപോലെ കണക്ട് ചെയ്താൽ മതി. ഡിസ്കണക്ട് ചെയ്യാനും സുഖമാണ്. നേരെ താഴേക്ക് വന്നോളൂ. അപ്പോൾ നമ്മളെ ലക്ഷറി കാറിലൊക്കെ വരുന്ന ഐറ്റംസ് ആണ്. അതും നമ്മളെ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് മുന്നേയുള്ള അൽക്കസാറിലും അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏറ്റവും പുറകിലായിട്ട് വരുന്ന സീറ്റാണ് ഈ ഒരു സീറ്റ്. ഇവിടെ നമുക്ക് സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ മേലെ നിന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും ആ ഒരു റോയിലും 3 റൂഫ് ലാമ്പുകൾ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. ഇവിടെയുള്ള സീറ്റിംഗ് പൊസിഷൻ ഈ ഒരു രീതിയിൽ കേട്ടോ. ഇത്രയും ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇരിക്കാം, നല്ല കംഫർട്ടിൽ ഇരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഡിക്കി തുറക്കുമ്പോഴുള്ള കത്തുന്ന ലാമ്പ് അവിടെയുണ്ട്. പിന്നെ ഇവിടെയും എയർ വെൻറ്റുകളുണ്ട്, അവിടെ കാണാൻ പറ്റും. പിന്നെ കപ്പ് ഹോൾഡേഴ്സ് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇവിടെ നമുക്ക് AC കൺട്രോൾസുകളുണ്ട്. ഓക്കെ, ഇവിടെ Type-C പോർട്ട് കാര്യങ്ങൾ ഇവിടെയും ചാർജ് ചെയ്യാനുള്ളതുണ്ട് കേട്ടോ. ഇത്രയുമാണ് ഓവറോൾ ആയിട്ട് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയാനുള്ളത്.
പിന്നെ നമ്മൾ പിടിക്കുന്ന ഭാഗം നമ്മളെ ഹോൾഡറുകളൊക്കെ മേലായിട്ട് കാണാൻ പറ്റും, എല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വേരിയൻറ്റിൽ നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഈ ഒരു വേരിയൻറ്റിൽ സൺറൂഫ് ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് വാഹനം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് കേട്ടോ നമ്മുടെ ക്ലസ്റ്ററും അതുപോലെ തന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇവിടെ കാണാം. കൺഫേം കൊടുക്കുക കേട്ടോ ജസ്റ്റ്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ FM കാര്യങ്ങളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. പിന്നെ നമ്മുടെ മാപ്പ് കൺട്രോൾസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാട്ടോ. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരു ന്യൂ ഡിസൈനിലേക്ക് തന്നെ ഇൻറ്റീരിയർ ആക്കി എടുത്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹ്യുണ്ടായി അൽക്കസാറിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഓൺ റോഡിലേക്ക് വരുമ്പോൾ എക്സ്ഷോറൂം പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഈ ഒരു വാഹനത്തിനെ കുറിച്ചുള്ള ഡിസൈന് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ കാര്യങ്ങൾ, ഈ ഒരു വാഹനം ടോട്ടലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.